ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പുതുവർഷത്തിലാണല്ലോ നമ്മൾ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുക, നമുക്ക് വേണ്ടി ജനിച്ച ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാന് ഇവൻ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പോലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ സ്നാപകനെ വിട്ട് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. അത്രമാത്രം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. സുവിശേഷം ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അവനെന്ന് പറഞ്ഞാൽ സ്നാപകൻ പറഞ്ഞത് കേട്ടിട്ട് ആ 2 ശിഷ്യന്മാർ, എന്ന് വെച്ചാൽ സ്നാപകൻ്റെ ശിഷ്യന്മാർ സ്നാപകനെ വിട്ട് ഈശോയുടെ പിന്നാലെ പോയി. തനിക്ക് നഷ്ടമുണ്ടാകും എന്നറിഞ്ഞിട്ടും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സ്നാപകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തിൽ നിൻ്റെയും ദൗത്യം ഇതാണ്. ചുറ്റുപാടുകളിൽ നിൻ്റെ ക്രിസ്തുവിനെ നീ പകർന്നു ചെയ്യുക. നീ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ക്രിസ്തു ഏറ്റെടുത്തുകൊള്ളും. ക്രിസ്തുവിനെ പകരുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നാലും, ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോന്നാലും, ചുറ്റുപാടുകളിലും മറ്റുള്ളവർക്കെല്ലാം എപ്പോഴും നിന്നെ പകർന്നു കൊടുക്കുവാനായിട്ട്, അതിൽ സന്തോഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ കൃപകൾ കൊണ്ട് നന്മകൾ കൊണ്ട് നിറയിടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ